കേരളത്തിൽ ഇത്തവണ കാലവർഷം സാധാരണയിൽ നിന്നും കൂടുതലായി ശക്തി പ്രാപിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഒഡീഷ തീരത്തോട് ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുകയും പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കാനും സാധ്യതയുള്ളതിനാൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. ബുധനാഴ്ച കോഴിക്കോട്, വയനാട് ജില്ലകൾക്കും വ്യാഴാഴ്ച പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരള സർക്കാർ. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട് വടകരയിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് ക്ഷേത്രം തകർന്നു. വടകര വില്യാപ്പള്ളി, അരയാക്കൂൽ, പാങ്ങോട്ടൂർ ഭഗവതി ക്ഷേത്രമാണ് ചുഴലിക്കാറ്റിൽ മരങ്ങൾ വീണ് തകർന്നത്. ശക്തമായ കാറ്റിൽ ക്ഷേത്രത്തിന് സമീപമുള്ള 4 മരങ്ങൾ കടപുഴകിയും മുറിഞ്ഞും ക്ഷേത്രത്തിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അരയാൽ, പേരാൽ ഉൾപ്പെടെയുള്ള കൂറ്റൻ മരങ്ങളാണ് നിലം പൊത്തിയത്. സംഭവം നടക്കുമ്പോൾ ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും ആളുകളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവാക്കുകയും ചെയ്തു. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ് തകർന്നത്. വടകര മേഖലയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. ഇതിനിടെയാണ് മരങ്ങൾ വീണ് അപകടമുണ്ടായത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി പ്രവചിക്കപ്പെട്ടു. മെയ് 30 വരെ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും 31 വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. മധ്യ വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയും. ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കൊങ്കൺ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. തീരദേശ നിവാസികളും അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. തെക്കൻ അറബിക്കടൽ, മധ്യകിഴക്കൻ അറബിക്കടലിന്റെ ഭാഗങ്ങൾ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ, കൊങ്കൺ തീരം, ഗോവ തീരം, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം, മാലിദ്വീപ് പ്രദേശം, ആന്ധ്രാപ്രദേശ് തീരം, ഒഡീഷ തീരം, പശ്ചിമ ബംഗാൾ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ, മധ്യ ബംഗാൾ ഉൾക്കടൽ, വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായി പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ തീരദേശ നിവാസികളും അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണം. മാത്രമല്ല, മത്സ്യബന്ധന തൊഴിലാളികൾ കടലിൽ പോകാൻ പാടുള്ളതല്ല. 28-നും 29-നും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യകിഴക്കൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിന്റെ ഭാഗങ്ങൾ, കൊങ്കൺ തീരം, ഗോവ തീരം, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി പ്രദേശം, മാലിദ്വീപ് പ്രദേശം, ആന്ധ്രാപ്രദേശ് തീരം, ഒഡീഷ തീരം, പശ്ചിമ ബംഗാൾ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ്. മലയോര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ തീരദേശ നിവാസികളും ഒരുപോലെ തന്നെ ജാഗ്രത പാലിക്കണം. സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ താമസിക്കുന്നവരും സുരക്ഷിതമല്ലാത്തവരും ഉടനടി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. നിരവധി ക്യാമ്പുകൾ ഉടനടി തുറന്നിട്ടുണ്ട്. ശക്തമായി പെയ്യുന്ന മഴ മൂലം വളരെയധികം അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിൽ ഇപ്പോൾ തന്നെ നിരവധി ജീവനുകൾ മഴയത്ത് നഷ്ടപ്പെട്ടു പോയി. കുട്ടികളടക്കമുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മഴയത്ത് കാണിക്കുന്ന വിനോദങ്ങളും അതുപോലെ തന്നെ ഉല്ലാസങ്ങളും പാടുള്ളതല്ല. മാത്രമല്ല, മഴയത്ത് വയലിൽ മീൻ പിടിക്കാൻ പോകുന്നതും ആറ്റിൽ വലവീശാൻ പോകുന്നതും കുറ്റകൃത്യമായി പോലീസ് കണക്കാക്കുകയും ചെയ്യുന്നു.
6 മാസം കഴിഞ്ഞ തടവും അതുപോലെ തന്നെ 15,000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്നവരും കുട്ടികളും അടക്കമുള്ളവർ ചൂണ്ടയിടാൻ പോലും ആറ്റിന്റെ തീരത്തോ കണ്ടത്തോ ഇറങ്ങാൻ പാടില്ല എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ജയിലിൽ അടയ്ക്കുന്നതിനും തക്കതായിട്ടുള്ള പൈസ ഈടാക്കുന്നതിനും കാരണമാകും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരും സുരക്ഷിതത്വത്തിന് വേണ്ടി തന്നെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ഗൗരവമായി കണക്കാക്കേണ്ടതുമാണ്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ദീർഘദൂര യാത്രകളും മഴ, മഞ്ഞ് കൂടുതലുള്ള സാഹചര്യങ്ങളിൽ യാത്രകളും പൂർണ്ണമായി തന്നെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും തരത്തിൽ വഴികൾ കാണാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിർത്തിയിട്ട് വഴി ദൃശ്യമാകുന്ന സമയത്ത് മാത്രം വാഹനങ്ങൾ ഓടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. മലയോരങ്ങളിലും അതുപോലെ തന്നെ വലിയ വളവുകളുള്ള വഴികളിലും പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തുക. കാരണം അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ വേഗത കുറച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ആറ്റിലെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ കുളിക്കുന്നതിനും വിനോദത്തിനും വേണ്ടി നിരവധി നല്ല തോടുകളും നമ്മുടെ ചുറ്റും കാണും. എന്നാൽ അതൊന്നും ആസ്വദിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പോകുന്നത് സുരക്ഷിതമല്ല. മഴ കുറച്ച് കുറഞ്ഞതിന് ശേഷം മാത്രം, പ്രകൃതി ശാന്തമായതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ആസ്വാദനത്തിന് നമ്മൾ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അപകടങ്ങൾ എപ്പോൾ വീഴുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. മാത്രമല്ല, മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ വർഷം വലിയൊരു ദുരന്തമാണ് നമ്മൾ നേരിട്ടത്. അതുകൊണ്ട് തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നമ്മൾ മാറി താമസിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യങ്ങളിലുള്ളവർ എത്രയും പെട്ടെന്ന് അവർ മാറി താമസിക്കേണ്ടത് അത്യാവശ്യമാണ്.